ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും എല്ലാവരും. ഇപ്പോൾ എന്താ എല്ലാവരും കുറച്ച് പേരൊക്കെ തയ്ച്ചിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. അവർ അത് ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചു. എന്നിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് തരുമ്പോൾ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കുമല്ലോ, പഠിക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ആദ്യമായിട്ട് തയ്ക്കുമ്പം അവർക്കൊക്കെ ഒരു അത്ര പെർഫെക്റ്റ് ആവണില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ എന്തായാലും ആരുടെ ആയാലും ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തൊന്നുമില്ല. ഇച്ചിരി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ ടൈം എടുത്ത് ചെയ്ത് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതായി വന്നുകൊണ്ടേയിരിക്കും, ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ തയ്ക്കുന്നതിൻ്റെ ഇതിൻ്റെ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ഏത് നീഡിലാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ആങ്കറിൻ്റെ ത്രെഡ് ഏതാണ്, അതിൻ്റെ കോഡും എല്ലാം എങ്ങനെയൊക്കെ ചെയ്താൽ അത് നീറ്റായിട്ട് വരുന്നതെന്നുള്ള ഓരോ ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. ഓടിച്ചിരുന്ന് കാണുമ്പോഴാണ് ഇടയ്ക്ക് ഓരോ ഡൗട്ട്സ് വരുന്നത്. ഞാൻ മിക്കവാറും ഒരേ ഇതിലും ഞാൻ മാക്സിമം എല്ലാം പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് തയ്യലിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കേൾക്കാണ്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് അതെന്താ ഇതെന്താന്നൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. എന്നിട്ട് ഒന്നോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ ഇപ്പോഴും ഇന്ന് ഈ സമയം വരെ നിങ്ങൾ കാണിച്ച പോലെ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചതാ. അപ്പോൾ എനിക്കും സന്തോഷമാകും. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരുടെയും കമൻസിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിരോധം തോന്നണ്ട, ഞാൻ റിപ്ലൈ ഒന്നോടും ചെയ്തോളൂ. കമൻറ്റ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് കിടക്കാം, എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ ഒരു ഒലീവ് ഗ്രീൻ കോട്ടൺ റോ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെയാണ് എംബ്രോയ്ഡറി ചെയ്യാൻ പോണത്. ഇതാണ് പാറ്റേൺ. ഇവിടെ ഒരു കട്ടിങ് വരും, ഡ്രോപ്പ് പോലെ. ഇവിടുത്തെ പോർഷൻ കട്ട് ചെയ്ത് കളയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും എംബ്രോയ്ഡറി ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ സർക്കിൾസ് ചെയ്തേക്കുന്നതൊക്കെ ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. ബാക്കിയുള്ളിടത്ത് ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്ത് ഫ്രഞ്ച് നോട്ടും ബീഡ്സും ഫുള്ളും സ്കാറ്റർ ചെയ്ത് തയ്ക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഡിസൈനായിട്ട് വരച്ചപ്പം ഇച്ചിരി തെറ്റിപ്പോയി, സെൻറ്റർ പൊസിഷനിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ അത് ഒന്ന് 2 സർക്കിളായി പോയത്. ഒരു സർക്കിളേ ഉള്ളൂ അത് ഡിസൈനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പിങ്ക് കളർ ത്രെഡാണ്, ആങ്കറിൻ്റെ ത്രെഡാണ്. 6 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അതെങ്ങനെ ആങ്കറിൻ്റെ ത്രെഡ് ഇരിക്കുന്നത് അത് മുഴുവനായിട്ട് എടുത്തേക്കുന്നതാണ്. അത് കോർത്തേക്കുന്ന നീഡിലിൻ്റെ സൈസ് നീഡിൽ 8 ആണ് ഞാൻ എടുത്തേക്കുന്നത്. നീഡിൽ സൈസ് 8 ആണ്. എല്ലാവരും ചോദിക്കുന്നതാണ് നീഡിലിൻ്റെ സൈസ് എന്തുവാന്ന്. അപ്പോൾ അത് 8 ആണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഇനിയിപ്പോൾ കളർ കോഡ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തേക്കുന്ന കളറിൻ്റെ കോഡ് 57 ആണ്. ആങ്കറിൻ്റെ ത്രെഡ് 57 ആണ് കോഡ്. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ 57 പോയി പറഞ്ഞാൽ മതി, കടയിൽ അവരെടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ തുടങ്ങാം. ഈ ഡിസൈൻ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞ് ചുരിദാറായിട്ട് തയ്ച്ച് ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഔട്ടർ പോർഷനാണ് ആദ്യം തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് വലിച്ച് തന്നെ പിടിക്കണം, വിടരുത്. തൊട്ടടുത്ത് തന്നെ താത്തുക. എന്നിട്ട് പയ്യെ താത്തുക, പയ്യെ വലിച്ചെടുക്കുക നൂല്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തടിച്ച് വേണം എന്നുണ്ടെങ്കിൽ 2 വട്ടം ചുറ്റിയിട്ട് താത്താം. അപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ഇങ്ങനെ ഇവിടെ പൊങ്ങി വരും. ഇവിടെ ഈ സൈഡിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ സൈഡ് ഒന്ന് നമ്മൾ അലക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇതങ്ങ് മറിഞ്ഞു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് കുത്തിപ്പൊക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്നോടെ ഒന്ന് താത്തി വെച്ചാൽ മതി. 2 വട്ടം ചുറ്റുവാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. 1 വട്ടം ചുറ്റുന്നുള്ളെങ്കിൽ ഫ്രഞ്ച് നോട്ടിന് ഇങ്ങനെ അങ്ങ് തയ്ച്ചു പോയാൽ മതി. അപ്പുറം ഇപ്പുറയും ഉടക്കി വെക്കേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുത്തി എടുക്കുക അടുത്തതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അടുത്തടുത്ത് എടുത്ത് ചെയ്യുക.
പിന്നെ ഓരോ തുണീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ തുണിക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. നെറ്റ് കോട്ട അല്ലെങ്കിൽ ഓർഗൻഡി സാരി അങ്ങനത്തെയൊക്കെ സാരികളിൽ നമ്മൾ തയ്ക്കുമ്പം ആദ്യം പൂ തയ്ച്ചിട്ട് പൂവിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ പൂ തയ്ച്ചു കഴിയുമ്പോഴേ തുണിയുടെ ഇഴയെല്ലാം ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ട് ഒരു ഹോള് പോലെ വരും. അത്രയും നമ്മൾ തയ്ക്കുമ്പം. അപ്പോൾ പിന്നെ ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ താത്തൂല്ലോ. അപ്പോൾ ഈ ഓട്ടയിൽ കൂടെ അത് താഴത്തോട്ട് ഫ്രഞ്ച് നോട്ട് നമ്മൾ ഈ നോട്ട് ഉണ്ടാക്കി വെച്ചത് ആ ഓട്ടയിൽ കൂടെ താഴത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്യുക, എന്നിട്ട് പൂ തയ്ക്കാൻ പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുക. അതും അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് താഴെ നമ്മൾ ആ കളർ നൂലും കൊണ്ട് തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളർ നൂലും കൊണ്ട് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇവിടെ നമ്മൾ തയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് 2 ബാറ് പോലെ ഉണ്ടാക്കി വെക്കുക, ഒരു ക്രോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ പിന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യുവാണെങ്കിൽ ഈ ത്രെഡിൽ ഉടക്കി ഫ്രഞ്ച് നോട്ട് ഇരുന്നോളും, താഴത്തോട്ട് ഇറങ്ങി പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉടക്കി വെച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്ത് താഴത്തോട്ട് വലിക്കുമ്പോഴേയും ആ നോട്ടും ആ ഓട്ടയിൽ കൂടെ തന്നെ താഴെ പോകും. എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിപ്പോൾ ഞാൻ ഔട്ടർ പോർഷൻ തയ്ച്ചിട്ടാണ് ഉള്ളിലോട്ട് പോണേ. അങ്ങനെയൊന്നുമില്ല, ആദ്യം ഉള്ളിൽ തയ്ച്ചിട്ട് ഔട്ടറിലോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും ഡിസൈൻ്റെ ഷേപ്പിൽ തയ്ച്ചെടുക്കണം എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ നമ്മൾ എവിടെയാണ് നൂലെടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിത്താത്തിയാൽ ഫ്രഞ്ച് നോട്ടിന് കാണാൻ ഭംഗി വരത്തുള്ളൂ. അകലെ കൊണ്ടുവന്ന് കുത്തി വെക്കരുത്, അപ്പോൾ ഒരു നീണ്ട ഇതും കൂടെ വരും. ഫ്രഞ്ച് നോട്ട് ഇപ്പോൾ പൂവിൻ്റെയൊക്കെ നടുക്ക് നമ്മൾ തയ്ക്കണമെങ്കിൽ പൂ തയ്ക്കുമ്പോൾ 2 strands ഇട്ടാൽ തയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് നടുക്ക് തയ്ക്കണേന് 6 strands എടുക്കണമെന്നൊന്നുമില്ല. 4 അല്ലെങ്കിൽ 3 എടുത്തേച്ചാൽ മതി. ഒത്തിരി തടിച്ച് നടുക്ക് നിൽക്കുന്ന പോർഷൻ മാത്രം തടിച്ച് നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് 6 strands ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഓരോ ആൾക്കാർ ഇതുപോലെ. പിന്നെ നമ്മൾ എപ്പോഴും നൂലെടുക്കുമ്പോൾ ഇത് തീർന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ എത്താറായി. ഇനി 2-3 കഴിയുമ്പോഴേയും ഇതിൻ്റെ ഒപ്പം തന്നെ എത്തും നൂല്. അപ്പോൾ ഇത് എപ്പോഴും നോക്കണം. ചിലപ്പോൾ നമ്മൾ തയ്ച്ച് പോകും, അപ്പം വലിക്കാൻ നേരത്തായിരിക്കും ഇതും കൂടെ യോജിച്ച് വരുന്നത്, ജോയിൻ ചെയ്ത് വരും. അപ്പം ഈ 6 strands എന്നുള്ളത് 12 strands ആയി പോകും, ഒത്തിരി തടുപ്പാകും. പിന്നെ അഴിച്ചെടുക്കാൻ നോക്കിയാൽ പറ്റത്തുണ്ടാവില്ല. അതെപ്പം തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, വലിച്ച് മാറ്റുക എന്നൊക്കെ ഉള്ളത്. തയ്ക്കുന്നതിൻ്റെ ഇടയിൽ ആ കാര്യം മറന്നു പോകരുത്. വലിക്കുമ്പോൾ ഒത്തിരി സ്പീഡിൽ വലിക്കരുത്, ചിലപ്പോൾ കെട്ടുകൂടി പോകും. ഫ്രഞ്ച് നോട്ടിനും ബൂളിയൻ നോട്ടിനൊക്കെ ഒരു മയത്തിൽ വേണം വലിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കെട്ടുകൂടും. നൂലൊന്ന് സൂചിയിൽ ചുറ്റിയിട്ടാണല്ലോ വലിക്കുന്നത്. അപ്പം ഒത്തിരി സ്പീഡിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കെട്ടുകൂടിക്കഴിഞ്ഞാൽ പിരിഞ്ഞിരിക്കുന്ന നൂല് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഫുൾ ഔട്ടർ പോർഷനും കവർ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഒരു സ്റ്റിച്ച് കഴിയുമ്പോൾ എന്തോരം നൂലെടുക്കും എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഓരോ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഡിസൈനും മുഴുപ്പും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പം ഇത്രയും മാത്രം തയ്ക്കാനുള്ളെങ്കിൽ ഒരു ആങ്കറിൻ്റെ ത്രെഡ് ഫുള്ളായിട്ട് യൂസ് ചെയ്യത്തില്ല ഇപ്പം ഈ ഒരു നെക്ക് തയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഔട്ടർ പോർഷൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിലോട്ട് സെക്കൻഡ് റൗണ്ട് തയ്ക്കാൻ പോകാം. അപ്പോൾ സെക്കൻഡ് റൗണ്ട് തയ്ക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് തയ്യലായാലും തൊട്ടടുത്ത് തന്നെ തയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ ത്രെഡെല്ലാം ഒന്ന് ഷ്രിങ്ക് ആകും, അപ്പം വിടവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്തടുത്ത് തന്നെ തയ്ക്കണം, ഇച്ചിരി പോലും അകന്നു പോകരുത്. അകന്നു പോകുമ്പോൾ ഈ അലക്കി കഴിയുമ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ ഗ്രീൻ കളർ ക്ലോത്ത് കാണാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്താ തയ്ക്കണമെങ്കിൽ ആ ഒരു കുഴപ്പം വരത്തില്ല. ഇതൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. തൊട്ടടുത്ത് കുത്തുമ്പം നമ്മൾ ഇപ്പോൾ താത്തി ആ ഫ്രഞ്ച് നോട്ടിലൊന്ന് പിടിച്ചു വെച്ചു. ഇനിയിപ്പം നമ്മുടെ സൂചിയുടെ മുന കൊണ്ട് പൊങ്ങി വരും എന്നുള്ളൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് അടുത്ത ഫ്രഞ്ച് നോട്ടിലൊന്ന് പിടിച്ചിട്ട് നമ്മൾ അടുത്തത് കുത്താൻ പോയാൽ മതി.
ഈ നെറ്റ് കോട്ട, സൂപ്പർ നെറ്റ് അങ്ങനത്തെ മെറ്റീരിയൽ ഫ്രഞ്ച് നോട്ട് തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി ആ മെറ്റീരിയലിലൊക്കെ എന്ന് വെച്ചാൽ ഇഴകൾക്കുള്ള ഡിഫറൻസ് നല്ല ഡിസ്റ്റൻസിലാണ് ഒരേ ഇഴകൾ നിൽക്കുന്ന തുണിയുടെ അകന്നുള്ള ഇഴകളാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പം ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയലിൽ ആദ്യം തയ്ക്കാൻ പോകണ്ട. പെട്ടെന്ന് തന്നെ ഫ്രഞ്ച് നോട്ട് നമ്മളൊന്ന് മുറുക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് ഇറങ്ങിപ്പോരും. ഓട്ടയിൽ തുണിയുടെ ആ ഓട്ടയിൽ കൂടെ താഴത്തോട്ട് പോകും. അതുകൊണ്ട് കുറച്ച് കോട്ടൺ മെറ്റീരിയലോ അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് ആയാലും കുഴപ്പമില്ല, റോ കോട്ടൺ ആയാലും വലിയ കുഴപ്പമില്ല. അല്ലാണ്ട് ഈ നെറ്റ് കോട്ടയും സൂപ്പർ നെറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലിൽ ആദ്യമായിട്ട് തയ്ക്കുന്നവർ പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ. ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്സൊക്കെ ഓർത്ത് വെച്ചാൽ മതി തയ്ക്കാൻ നേരത്ത്. പിന്നെ ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ അടിയിൽ കെട്ടുകൂടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വേറെ എക്സ്ട്രാ ഉണ്ട്. ഇപ്പം ഞാൻ താഴെ കാണിക്കാനും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ താഴെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് എല്ലാവർക്കും കാണാൻ വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടുപ്പിച്ച് കുത്തിയ കാരണം തൊട്ടടുത്തടുത്ത് തന്നെയായിട്ട് നൂലിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുപോലെ അടിയിൽ കെട്ടൊന്നും കൂടിയിട്ടുമില്ല. അപ്പം ഇതുപോലെ വേണം എല്ലാത്തിൻ്റെ അടിയിൽ കാണേണ്ടത്. ഒട്ടും ഒരു നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാണ്ടും കെട്ടുകൂടാണ്ടൊക്കെ നീറ്റായിട്ട് വേണം. അപ്പോൾ നമുക്ക് ബാക്കിയത്തെ ഫ്രഞ്ച് നോട്ട് വെച്ച് ബാക്കിയത്തെയും ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഇത് സർക്കിൾ ഫില്ലാവാൻ പോവാണ്. നമ്മുടെ ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഈ നീഡിൽ താഴത്തോട്ട് വലിക്കാനൊക്കെ ആയിട്ട്. അത് സോഫ്റ്റ് മെറ്റീരിയൽ തുണിയിലെടുത്ത് തയ്ച്ചാൽ കുഴപ്പമുണ്ടാവില്ല. അത് ആ നീഡിലും ആ ത്രെഡൊക്കെ ആയിട്ട് നമ്മുടെ കൈ ഒന്ന് വഴങ്ങി വരണം. അതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിയുമ്പം കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ സർക്കിള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒലീവ് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വന്നപ്പം നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ ഈ എല്ലാ സർക്കിളും ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുറ്റും ബീഡ്സും ഫ്രഞ്ച് നോട്ടൊക്കെ വെച്ചിട്ട് ഈ ഏരിയയൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഏറ്റവും അവസാനത്തെ സർക്കിൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്യാറായി നമ്മൾ. അപ്പം എല്ലാവർക്കും ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ശരിക്കും പെർഫെക്റ്റായിട്ട് തയ്ക്കേണ്ടതെന്നുള്ളത് ടിപ്സും എല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ ഫോളോ ചെയ്യുക. ഒരു കുഞ്ഞ് ഗ്യാപ്പും കൂടിയുണ്ട്. നമുക്കതും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് നോട്ട് സർക്കിൾസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിയും. കട്ടിയുള്ള തുണിയിലെടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ എല്ലാ 5 സർക്കിൾസും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇടയ്ക്ക് സ്കാറ്റർ ചെയ്ത് കുറച്ച് ഇവിടെയൊക്കെ ഫ്രഞ്ച് നോട്ടും ചെയ്യണം. ബാക്കിയുള്ള പോർഷൻസിൽ ബീഡ്സുമാണ് വെക്കേണ്ടത്. അപ്പം ഞാനിത് ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ കെട്ടിടുന്നില്ല. നൂല് ഇപ്പം ഇത് കോട്ട മെറ്റീരിയലൊന്നും അല്ല, റോ കോട്ടൺ ആയതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ അടിയിൽ കൂടെ തന്നെ വലിച്ച് ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ കെട്ടിടാണ്ട് തന്നെ വലിക്കുകയാണ്. ഇപ്പം ഓരോ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കെട്ടിടാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരേ ഈ സ്കാറ്റർ ചെയ്ത് തയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ അടിയിൽ കൂടെ വലിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനും ഒരിതുണ്ട്. കോട്ടയാണെങ്കിലോ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഓരോന്നും താഴത്തേക്കൂടെ വലിക്കുന്നത് കാണുമ്പോൾ ഒരിത്തിരി വൃത്തികേടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയലിൽ ഇങ്ങനത്തെ ഡിസൈൻ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് നൂല് വലിച്ചേക്കും. അപ്പോൾ ഈ കോട്ട മെറ്റീരിയലിലൊക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂല് വലിയണത് മേലിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള മെറ്റീരിയലിൽ ഇങ്ങനത്തെ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ഇങ്ങനെ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് നമുക്ക് ഈ ഫുൾ ഡിസൈനിൽ അവിടെ എവിടെയും സ്കാറ്റർ ചെയ്തത് നമ്മുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം എന്തോരം അകലമാണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചുമ്മാ ഒന്ന് സ്കാറ്റർ ചെയ്ത് തയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്കാറ്റർ ചെയ്ത് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബീഡ്സും ഇതുപോലെ തന്നെ ഈ ഇത്രയും പോർഷൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയയിൽ നമ്മൾ നല്ല തിക്കായിട്ട് ബീഡ്സ് ഫില്ല് ചെയ്യുകയാണ്. അപ്പം ബീഡ്സ് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഓൾമോസ്റ്റ് സെയിം കളർ ഒലീവ് ഗ്രീനിൽ കളർ തന്നെ നമ്മൾ ഏത് തുണിയാണ് തുണിയുടെ കളറിൽ തന്നെയുള്ള ത്രെഡ് എടുത്ത് വേണം
തയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒലീവ് ഗ്രീൻ കളർ തന്നെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ്. 2 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. 1 strand ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് സൂചി എടുത്തേക്കുന്നത് നീഡിൽ സൈസ് 12 ആണ്. പിന്നെ ബീഡ്സ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ഇത് 2 mm ബീഡ്സാണ് എന്ന് പറഞ്ഞാൽ ഷുഗർ ബീഡ്സ് തീരെ കുഞ്ഞതാണ്. അതിലൊക്കെ കുറച്ചും കൂടെ വലിയൊരു ബീഡ്സ് ഹോളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നമ്മുടെ ഈ 12 നീഡിലും സുഖമായിട്ട് കയറി പോകുന്ന ഹോളൊക്കെയുള്ള ഒരു ബീഡാണിത്. അപ്പോൾ നമുക്ക് ബീഡും സ്കാറ്റർ ചെയ്ത് നമുക്ക് തയ്ക്കാം. ബീഡ് തയ്ക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, 2 വട്ടം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുത്തിത്താത്തി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു വട്ടേ ഉള്ളെങ്കിൽ പെട്ടെന്ന് നൂല് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2 വട്ടം സെയിം ഹോളിൽ കൂടെ തന്നെ കുത്തിയിട്ട് നമുക്ക് ഉറപ്പിച്ച് വെക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ബീഡ്സ് ഇങ്ങനെ നമ്മൾ സ്കാറ്റർ ചെയ്ത് വെക്കുകയാണ്. കുറച്ച് തിക്കായിട്ട് വെക്കണം. ഇതിൻ്റെ അകത്ത് നല്ല തിക്കായിട്ട് ബീഡ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആകെ ഈ ഒരു ഡിസൈൻ മാത്രമേ ഫുൾ ചുരിദാറിൽ എംബ്രോയ്ഡറി ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഹെവി ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡിസൈനായത്. അപ്പോൾ ഇങ്ങനെ ബീഡിൻ്റെ തയ്ക്കുമ്പോൾ സെയിം കളർ തന്നെ ത്രെഡ് എടുക്കണം. ക്ലോത്തിൻ്റെ ത്രെഡ് ഏതാ അതേ സെയിം കളർ തന്നെ ത്രെഡ് ഉപയോഗിക്കാൻ എപ്പോഴും ശ്രമിക്കണം. ബീഡ് തയ്ക്കുമ്പം കുറച്ച് സമയം എടുക്കും. ഇത് ഓരോ ബീഡും നമ്മൾ കയ്യിലെടുത്തെടുത്ത് വേണമല്ലോ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ബീഡ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബീഡ് കയ്യിലെടുത്ത് ചെയ്യാനൊക്കെ കുറച്ച് സമയം കുറച്ചും കൂടെ കൂടുതലെടുക്കും. ഇച്ചിരി ക്ഷമയോടെ വേണം തയ്ച്ച് തീർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കാറ്റർ ചെയ്ത് ഫുള്ളും ഒരു ഔട്ട്ലൈൻ 2 അപ്പുറം ഇപ്പുറം ഔട്ട്ലൈനായിട്ട് ബീഡൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ നമുക്ക് സ്കാറ്റർ ചെയ്തിട്ട് ഫുൾ ബീഡ്സും വെച്ച് തീർക്കാം. ഇപ്പം നമ്മൾ ബീഡൊക്കെ വെച്ച് നല്ല ഡിസൈൻ ഫുള്ളായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം കാണിച്ച ആ ഡിസൈനിൻ്റെ അകത്ത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ ചുറ്റും പൈപ്പിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ത്രെഡിൻ്റെ കളറിലുള്ള പൈപ്പിംഗ് ആണ് വെച്ചത്. അപ്പം നമ്മൾ തയ്ക്കാൻ കൊടുക്കുമ്പോൾ ടൈലറിനോട് പറഞ്ഞേച്ചാൽ മതി ആ കളറിലുള്ള പൈപ്പിംഗ് ബീഡിങ് കൊടുക്കാൻ. അതുപോലെ തന്നെ സ്ലീവിലും നെക്കിൻ്റെ ഈ പോർഷനിലും നെക്കിലും ഈ സൈഡിലുള്ള ഈ കളർ ത്രെഡിൻ്റെ കളർ വെച്ച് തന്നെ ഉള്ള പൈപ്പിംഗ് വെക്കാനായിട്ട്. ഇൻ കേസ് ആർക്കെങ്കിലും ഇഷ്ടമല്ല, ഇവിടെ ഓപ്പണിങ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപടി തന്നെ ഇങ്ങനെ തന്നെ തയ്ച്ചാൽ മതി. ബോർഡ് നെക്കായിട്ട് ഇങ്ങനെ തന്നെ ഒരു പാറ്റേൺ വന്നാൽ മതി. അതായാലും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നീറ്റായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബീഡ് വർക്കും നീറ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലല്ലേ തയ്ച്ചത് ഈ നെക്ക് പോർഷൻ, ആ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ വരും, ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് സൈഡിൽ ഞാനൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബോർഡ് നെക്കാണ് എൻ്റെ, ഒട്ടും കഴുത്തിറങ്ങിയതല്ല, ഒരു ബോർഡ് നെക്കാണ്. ആ ബോർഡ് നെക്കിൻ്റെ താഴെയാണ് ഈ ഡ്രോപ്പ് പോലത്തെ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൻ്റെ ചുറ്റുമാണ് ഈ ഡിസൈൻ വർക്ക് വന്നിരിക്കുന്നത്, നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയാൻ ഇഷ്ടമില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയേണ്ട, അത് അങ്ങനെ ഇരുന്നോട്ടെ, തുണി അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ ആ കട്ടിങ് വെച്ച സ്കിൻ കാണുമ്പം നല്ലോണം പ്രൊജക്റ്റ് ചെയ്യും, കോൺട്രാസ്റ്റ് കളേഴ്സ് ആകുമ്പോൾ. ഇതിപ്പം ഇവിടെ എടുത്തേക്കുന്ന ഒലീവ് ഗ്രീനും പിങ്കും കളർ കോമ്പിനേഷനാണ്. അപ്പോൾ അതാണെങ്കിലും നല്ല പിങ്ക് പാൻറ്റും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻസാണ്. അപ്പം സ്ലീവും അപ്പോൾ ആ ഫോട്ടോയിൽ കണ്ടുവരെ സ്ലീവ് തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും സ്ലീവ് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 3/4 സ്ലീവ് വെച്ചാലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.